എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ചിന്തിക്കുന്നതെന്നറിയോ, മറ്റുള്ളവരെന്ത് ചിന്തിക്കും. ഭയങ്കര പ്രശ്നം എനിക്കത്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, അവരങ്ങനെ വിചാരിക്കും, ഇവരിങ്ങനെ വിചാരിക്കും. ഇങ്ങനത്തെ ഓരോ മൈൻഡ് കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞെടുക്കും. അങ്ങനത്തെ ഒരു 1000 കണക്കിന് എന്താ പറയുക ചിന്താഗതികൾ വന്നു തുടങ്ങിയോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എല്ലാം കൂടെ വരും. ഇപ്പോൾ എനിക്കിപ്പം ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കൂടുതലും അനുഭവം വരുന്നത് ഈ ബസ്സിലാണ്. ബസ്സിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുത്തു, നമുക്ക് 13 ടിക്കറ്റ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, 20 കൊടുത്തു. നമ്മളെടുത്ത് 3 രൂപ ചില്ലറല്ല. 3 ചോദിച്ചു, 3 രൂപ ചില്ലറല്ല. പക്ഷേ കണ്ടിട്ട് നമുക്ക് 7 രൂപ തരാനുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊരു 7 രൂപ തരാം, ചില്ലറായിട്ട് തരാം എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെന്ത് ചെയ്യും, ഓക്കെ ചില്ലറായിട്ട് തന്നാൽ മതി എന്നുള്ളൊരു മൈൻഡിലാവും. അപ്പോൾ നമ്മളെ സ്റ്റോപ്പ് എത്താറായി. നമ്മുടെ സ്റ്റോപ്പ് ഒരു 2 സ്റ്റോപ്പ് മുന്നെയാണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാനായ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും, ഒരു മിടിപ്പ് വരും. അയ്യോ 7 രൂപ ചോദിക്കണമല്ലോ, 7 രൂപ തരാനുണ്ടല്ലോ, എങ്ങനെ ഇപ്പോൾ ചോദിക്കുക, എന്താ ഇപ്പോൾ ചോദിക്കുക. കണ്ടിട്ട് അടുത്തോടെ വരും, മുഖത്ത് നോക്കും, പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെയും നമ്മളങ്ങനെ നിൽക്കും. അങ്ങനെ പിന്നെ കണ്ടിട്ട് വരും, ചേട്ടാ ഒരു 7 രൂപ നമ്മൾ പറയും, പക്ഷെ പുള്ളി കേൾക്കത്തില്ല. അങ്ങനത്തെ ഒരു ടെൻഷനാണ് നമുക്ക്. പുള്ളി എന്ത് വിചാരിക്കും എന്നുള്ളൊരു മൈൻഡ്. പുള്ളിന് ചീത്ത പറയും, റോങ് പറയും. കാരണം നമ്മുടെ 7 രൂപയാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ചോദിക്കില്ല. എന്തുകൊണ്ട്? ഇതാണ് പ്രശ്നം. അപ്പം ഇതേപോലത്തെ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അവസാനം ചോദിച്ചതൊക്കെ വരും കേട്ടോ. ചിലവർ ചോദിക്കാതെ ഇറങ്ങി പോകുന്ന ടീംസുണ്ട്, വാങ്ങിച്ചിട്ട് പോകുന്ന ടീംസുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്ട എൻ്റെ കാറ്റഗറി അതായത് എനിക്ക് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ അവസാന നിമിഷത്തിൽ ഞാൻ പുള്ളിൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ സ്വകാര്യമായിട്ട് പറയും, ചേട്ടാ ഒരു 7 രൂപ തരാനുണ്ട്, കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയും. ചിലപ്പോൾ ഞാൻ വാങ്ങാതെ പോയിട്ടുള്ള അവസ്ഥകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് പലർക്കും വരുന്ന നമുക്ക് സംഗതിയാണ്. പക്ഷേ ഇത് ഞാൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത് ബസ്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ നമുക്ക് പലർക്കും പല രീതിയിലാണ് ഇങ്ങനത്തെ അനുഭവങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം. ഞാൻ മാറ്റാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കെപ്പോഴും ഞാൻ ശ്രമിക്കും എന്ന് പറയലാണ്ട് എനിക്ക് ഇന്നേ വരെ അത് ചില കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ പല കാര്യങ്ങളും എനിക്കത് ഓക്കെ ആയിട്ടില്ല. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അവരെന്ത് ചിന്തിക്കും, ഇവർക്ക് എന്ത് ചിന്തിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലും അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ടാണ്. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ എനിക്ക് എത്ര പേര് നെഗറ്റീവ് അടിക്കും, എത്ര നെഗറ്റീവ് വരും, എത്ര ഇത് വരും, ആളുകൾ എന്നെ നോക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ഈ സംസാരം കേട്ട് അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നി, പക്ഷേ ഇത് തന്നെ സംസാരിച്ച് ഞാൻ ഉണ്ടാക്കാൻ കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പം ഇത് തന്നെ ഈ സംസാരിച്ച രീതി തന്നെ ഞാൻ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ സംഗതി. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വേണേലും ചിന്തിച്ചോട്ടെ. എനിക്കതെല്ലാം പറ്റും എന്നുള്ള രീതിക്കല്ല പറയുന്നത്. മറ്റുള്ളവരെന്ത് വേണേലും ചിന്തിച്ചോട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അവരെന്ത് ചിന്തിച്ചാലും നമുക്കെന്ത്. അവർ ചെയ്യുന്നത് ഇപ്പോൾ പലരും നമ്മളോട് ചെയ്യുന്നത് നമ്മളെന്തെങ്കിലും ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ, അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതേപോലെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ചിന്തിക്കുമെന്ന് ചെയ്യാതെ അല്ലെങ്കിൽ വിചാരിക്കാതെ അത് അങ്ങോട്ട് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കുക. ഇപ്പോൾ ബസ്സിൻ്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, ചേട്ടാ എനിക്കൊരു 7 രൂപ തരാനുണ്ട്. അപ്പോൾ പുള്ളിൻ്റെ അടുത്തുള്ളതായിരിക്കും നമ്മുടെ 3 രൂപ കൊടുത്ത്, അല്ലെങ്കിൽ പുള്ളിൻ്റെ 7 ഉണ്ടെങ്കിൽ ഓക്കെ മോനെ എൻ്റെ അടുത്ത് 5 ഉള്ളൂ, 2 കഴിഞ്ഞ് പിന്നെ തരാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കയറുമ്പോൾ വാങ്ങാൻ ശ്രമിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം കൂളായിട്ട് കീപ്പ് ചെയ്യാൻ പഠിക്കുക. അവിടെ തന്നെ നമ്മുടെ വിജയം സ്റ്റാർട്ട് ചെയ്യും. അപ്പം എന്ത് ചെയ്യണം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. നല്ല ശീലമാണ് ഇത്. നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഇതിലൂടെ കാണാൻ പറ്റും. ഒരുപാട് മടി നമുക്ക് മാറ്റാൻ പറ്റും.